ഹലോ ഫ്രണ്ട്സ്, ഉജ്ജ്വൽ PSC കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ചില പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ, ഏറ്റവും പുതിയ ഫാക്ട്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 വർഷത്തിലെ ആരംഭിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് മാത്രമല്ല, SSC, ബാങ്ക് എക്സാംസ് തുടങ്ങി എല്ലാ പരീക്ഷകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള ഹെവി ഡ്യൂട്ടി ട്രക്ക് നിർമ്മിച്ച കമ്പനി ഏതാണെന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള ഹെവി ഡ്യൂട്ടി ട്രക്ക് നിർമ്മിച്ചിട്ടുള്ള കമ്പനി ഓപ്ഷൻ എ ടാറ്റ മോട്ടേഴ്സാണ്. ടാറ്റ മോട്ടേഴ്സാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹെവി ഡ്യൂട്ടി ട്രക്ക്, അത് ഹൈഡ്രജനാണ് ഇതിൽ ഇന്ധനം, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ്. ഹൈഡ്രജൻ ഇന്ധനമായിട്ടുള്ള ട്രക്കാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് കുറുകെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിന് കുറുകെയുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തെ പോയിൻ്റ് ആയിട്ടുള്ള കന്യാകുമാരിയിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭാഗമാണ് കന്യാകുമാരി. പക്ഷേ തെക്കേ അറ്റത്തുള്ള ഇന്ത്യയുടെ പോയിൻ്റ് വരുന്നത് ഇന്ദിര പോയിൻ്റാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ കന്യാകുമാരിയിൽ തന്നെ ഇത് സ്ഥാപിച്ചിട്ടുള്ളത് വിവേകാനന്ദ പാറയെയും തിരുവള്ളൂരിൻ്റെ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, കുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ക്യാൻസർ ഹോസ്പിറ്റൽ, ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ക്യാൻസർ ഹോസ്പിറ്റൽ, കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഓപ്ഷൻ എ പറ്റ്നയിലാണ്. പറ്റ്ന ബീഹാറിൻ്റെ തലസ്ഥാനമാണ്. ഈ പറ്റ്നയിലാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ക്യാൻസർ ഹോസ്പിറ്റൽ, ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ബാലസൗഹൃദ ജില്ല, ബാലസൗഹൃദ സംസ്ഥാനം, ഈ ഒരു ഫീൽഡിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യമായിട്ട് ജനറേഷൻ ബീറ്റയിൽ ഉൾപ്പെടുന്ന കുട്ടി എവിടെയാണ് ജനിച്ചതെന്നാണ്. ജനറേഷൻ ബീറ്റയാണ് ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള 2025 മുതൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ജനറേഷൻ ബീറ്റയിൽ ഉൾപ്പെടുന്ന കുട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ജനിച്ചത് ഐസ്വാളിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഐസ്വാൾ നിങ്ങൾക്കറിയാം, മിസോറാമിൻ്റെ തലസ്ഥാനമാണ് ഐസ്വാൾ. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം, ജൈവ മത്സ്യകൃഷിക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ കേന്ദ്രം, ആദ്യത്തെ സെൻറ്റർ എവിടെയാണ് ആരംഭിച്ചതെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ സംസ്ഥാനം PSC പഠിക്കുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും, അത് സിക്കിമാണ്. ഈ സിക്കിം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ടുള്ള സെൻറ്ററും ആരംഭിച്ചിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഡ്രൈവർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ എവിടെയാണുള്ളത്? മെട്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരം PSCക്ക് വരാറുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ, ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഒരു കൂട്ടത്തിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഡ്രൈവർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിലവിലുള്ളത് ബാംഗ്ലൂർ മെട്രോയിലാണ്. ഓപ്ഷൻ സി, അതായത് നമ്മ മെട്രോ എന്നാണ് ബാംഗ്ലൂർ മെട്രോ അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം, ഡ്രോണുകൾ പ്രതിരോധിക്കുന്നതിനായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മിസൈലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തദ്ദേശീയമായിട്ട് ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിസൈൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡ്രോൺ വഴിയുള്ള ആക്രമണം നിലവിൽ പാകിസ്ഥാനിൽ നിന്ന് ഒട്ടനവധി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മിസൈൽ ഇന്ത്യ നിർമ്മിച്ചത്. ഇതിൻ്റെ പേരാണ് ഓപ്ഷൻ എ ഭാർഗവാസ്ത്ര. ഭാർഗവാസ്ത്ര എന്നാണ് ഈ മിസൈലിൻ്റെ പേര്. പ്രതിരോധ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഇതുണ്ടാകാം. അതുപോലെ തന്നെ ഫോഴ്സസിൻ്റെ എക്സാം, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് ആംഡ് ഫോഴ്സസിൻ്റെ എല്ലാ എക്സാംസിലും ഇത്തരം പ്രതിരോധ മേഖലയിലുള്ള ചോദ്യങ്ങളുണ്ടാകും. ടാങ്ക് വേദ മിസൈൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഗൈഡഡ് മിസൈലാണ് നാഗ്. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. എട്ടാമത്തെ ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് വരുന്നത് ആർട്ടിക്കിൾ 44 DPSPയിലാണ് ഇത് വരുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് സഹായത്തോടെ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന സംവിധാനം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്. വാട്സാപ്പ് വഴി, വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുമ്പോൾ
പുതിയൊരു സംവിധാനമാണ്. ഇതുവഴി സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സംവിധാനമാണ്. ഓപ്ഷൻ ബി, ഗുജറാത്തിലാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഗുജറാത്ത് സർക്കാരാണ് ഈ ഒരു സംവിധാനം ആരംഭിച്ചത്. ഈ സംവിധാനത്തിൻ്റെ പേരാണ് മൻമിത്ര. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. മൻമിത്ര എന്നാണ് ഈ സംവിധാനത്തിൻ്റെ പേര്. പുതിയൊരു ഇ ഗവേണൻസ് സംവിധാനമാണ് മൻമിത്ര. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല ഏത് സംസ്ഥാനത്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സർവകലാശാല ആരംഭിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരളമല്ല, മഹാരാഷ്ട്രയിലാണ് AI യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, നിയമസഭയിലെ പരിഭാഷാ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണിത്, 2 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. പരിഭാഷാ സംവിധാനം, അതായത് ട്രാൻസ്ലേഷൻ വരുന്നൊരു സംവിധാനമാണ്. പാർലമെൻറ്റിൽ ഈ സംവിധാനം ഓൾറെഡി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു നിയമസഭയിൽ ഇത് ഏർപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഉത്തർപ്രദേശ് സർക്കാരാണ് ഈ സംവിധാനം ഉത്തർപ്രദേശ് നിയമസഭയിൽ ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ നിയമസഭയും ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉള്ള സംസ്ഥാനമാണ്. രണ്ട് സംസ്ഥാന സഭകളും ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണം നടത്തിയ സ്ഥാപനം ഏതാണെന്നാണ്? ഹൈപ്പർ ലൂപ്പ് ദുബായിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, പക്ഷേ ഇന്ത്യയിലും ഹൈപ്പർ ലൂപ്പിൻ്റെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനമാണ് ഓപ്ഷൻ ബി, IIT മദ്രാസ്. മദ്രാസ് IIT ആണ് ഹൈപ്പർ ലൂപ്പ് പരീക്ഷണം ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യധാന്യ ATM ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ചോദ്യങ്ങളും സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ സ്റ്റാർ ഇടുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഓർത്തിരിക്കുക, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഭക്ഷ്യധാന്യ ATM ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഒഡീഷയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒഡീഷയിലാണ് ഭക്ഷ്യധാന്യ ATM ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. മിൽക്ക് ATM പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ് ഭക്ഷ്യധാന്യ ATM. 14ാമത്തെ ചോദ്യം, യൂണിഫൈഡ് പെൻഷൻ സ്കീം, UPS എന്നാണ് ഇതിനെ വിളിക്കുന്നത്. യൂണിഫൈഡ് പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ സ്കീമിന് ബദലായിട്ടുള്ളൊരു സംവിധാനമാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം. ഇതാദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്നാണ്? യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മഹാരാഷ്ട്ര സർക്കാരാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത്. നമ്മൾ ഇതുവരെ 14 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സെലക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.